സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത്. എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ. മാനവരക്ഷയ്ക്കായി ദൈവമൊരുക്കിയ സ്വർഗീയ വിരുന്നാണ് ദിവ്യകാരുണ്യം. യോഗ്യതയോടുകൂടി ഈ വിരുന്നിൽ പങ്കാളികളാകുന്ന സകലരും നിത്യജീവന് അവകാശികളായിത്തീരുന്നു. ഈശോ പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. അതെ, ദിവ്യകാരുണ്യം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സമൃദ്ധമായ ദൈവിക ജീവനാണ്. വാഴ്ത്തപ്പെട്ട മദർ തെരേസ പറയുന്നു, നിങ്ങൾ ക്രൂശിത രൂപത്തിലേക്ക് നോക്കുക. അപ്പോൾ ഈശോ നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചുവെന്ന് മനസ്സിലാകും. ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുക. ഇപ്പോഴും അവിടുന്ന് നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് അപ്പോൾ വ്യക്തമാകും. ദൈവസ്നേഹത്തിൻ്റെ ഒരിക്കലും നിലയ്ക്കാത്ത പ്രവാഹമാണ് ദിവ്യകാരുണ്യം. മനുഷ്യരൂപം സ്വീകരിച്ച് മണ്ണിലിറങ്ങിയ ദൈവപുത്രന്റെ സുവിശേഷ സന്ദേശത്തിൻ്റെ ആകെ തുകയാണ് അത്. മനുഷ്യ മനസ്സിന് ദുർഗ്രഹമായ ദൈവിക പദ്ധതി സംവിധാനം ചെയ്ത ഈ മഹാരഹസ്യത്തിലൂടെ മനുഷ്യമക്കൾക്ക് വേണ്ടതെല്ലാം ദൈവം പ്രദാനം ചെയ്യുന്നു. ആ ദൈവിക സ്നേഹപാരമ്യത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാൻ തീരുമാനമെടുക്കുന്ന ഓരോരുത്തരെയും ദിവ്യകാരുണ്യനാഥൻ തന്നോട് ചേർത്തു നിർത്തുന്നു. സാധിക്കുമ്പോഴെല്ലാം വിശുദ്ധ കുർബാനയിൽ ഞാൻ പങ്കെടുക്കുമായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ വലിയ കൃപ എന്നിലേക്ക് വരാൻ തുടങ്ങി. പക്ഷേ ഒരിക്കലും ഒരു കത്തോലിക്കനായി ജീവിക്കണമെന്നുള്ള ഒരു ചിന്തയോ അല്ലെങ്കിൽ അപ്രകാരം ഒരു തിരിച്ചറിവോ എനിക്കുണ്ടായിരുന്നില്ല. ഇതിനിടെ തന്നെ എനിക്ക് എൻ്റെ വിശ്വാസവുമായി ചേർന്ന് പോകുന്ന ഒരു ജീവിത പങ്കാളിയെ ദൈവം തന്നു. അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും ഉന്നതമായൊരു ജോലിയും കർത്താവായ ദൈവം എനിക്ക് തന്നു. ഇപ്രകാരം എൻ്റെ ജീവിതം പുരോഗമിക്കവേ എൻ്റെ ജീവിത പങ്കാളിയുടെ വീട് ചേർത്തലയ്ക്കടുത്ത് അർത്തുങ്കൽ പള്ളിയുടെ അടുത്താണ്. അപ്രകാരം ഒരു അവധിക്കാലത്ത് ഞാൻ അർത്തുങ്കൽ പള്ളിയിൽ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്രിസ്മസ് കുർബാനയാണ്. പാതിര കുർബാനയ്ക്ക് ശേഷം രാവിലെയുള്ള ക്രിസ്മസ് ദിനത്തിൽ രാവിലെയുള്ള ദിവ്യബലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവജനം വരിവരിയായി ദിവ്യകാരുണ്യം സ്വീകരിച്ചിട്ട് വരുന്നു. ഞാൻ തൊഴുകൈയോടെ ഏറ്റവും പിറകിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ലിസി ആശുപത്രിയിൽ വെച്ച് കേട്ട അതേ ശബ്ദം എൻ്റെ കാതുകളിൽ മുഴങ്ങുകയാണ്. മകനെ, ഈ പൂർണ്ണതയിലേക്കാണ് നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത്. എനിക്ക് മനസ്സിലായത് യേശു എന്നോട് ശബ്ദിക്കുകയാണ്. ഞാൻ ആ ദിവ്യകാരുണ്യ സ്വീകരണം നടക്കുന്ന അവസ്ഥയിൽ ആ കുസ്തോതിയിലേക്ക് നോക്കി. അവിടെ നിന്ന് ഈശോ ഓരോരുത്തരുടെ അധരങ്ങളിലേക്ക് സ്വീകരിക്കപ്പെടുകയാണ്. ആ ദിവ്യകാരുണ്യ സ്വീകരണം നടക്കുമ്പോൾ വീണ്ടും ഈശോ എന്നോട് പറയുന്നു, മകനെ, ഈ പൂർണ്ണതയിലേക്കാണ് നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത്. മൂന്നാമതും ആ ശബ്ദം ഇപ്രകാരം മുഴങ്ങിയപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ റെഡി, കർത്താവെ, ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നാണ് എനിക്ക് ആഴമായ ഒരു ദൈവാനുഭവത്തിൻ്റെ പൂർണ്ണത കൈവരിക്കുവാൻ സാധിച്ചത്. ഞാൻ അവിടെ വെച്ച് എൻ്റെ ജീവിതം യേശുവിന് പരിപൂർണമായി സമർപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് വരെ ഞാൻ എൻ്റെ മാമോദിസയെ പറ്റിയോ അല്ലെങ്കിൽ ഒരു കത്തോലിക്കനായി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യത്തെപ്പറ്റിയോ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് യേശു എനിക്ക് വെളിപ്പെടുത്തി തന്നു, പൂർണ്ണത, ക്രിസ്തീയ ജീവിതത്തിൻ്റെ പൂർണ്ണത കൈവരുന്നത് കത്തോലിക്ക സഭയുടെ ഒരു അംഗമായി തീരുമ്പോഴാണ്. ആ പൂർണ്ണത കൈവരുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്
മാമോദിസ എന്ന കൂദാശയിലൂടെയും അതിൻ്റെ വളർച്ച പരിപൂർണമാകുന്നത് വിശുദ്ധ കുർബാനയിലൂടെയുമാണെന്ന് ആത്മീയമായ സത്യം അന്ന് എനിക്ക് വെളിവാക്കപ്പെട്ടു. വിശുദ്ധ ഡാമിയൻ പറയുന്നു, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉത്തേജക ശക്തിയാണ് വിശുദ്ധ കുർബാന. ഭൗമികമായ സുഖമോഹങ്ങൾ ത്യജിക്കുവാൻ എനിക്കെന്നതുപോലെ നിങ്ങൾക്കും ദിവ്യകാരുണ്യം ശക്തി പകരും. ഭൗതിക ജീവിത വ്യഗ്രതകളെ അതിജീവിച്ച് ദൈവോന്മുഖരായി ജീവിക്കുവാൻ മനുഷ്യാത്മാക്കൾക്ക് ശക്തി പകരുന്ന ദിവ്യഭോജ്യമാണ് ദിവ്യകാരുണ്യം. വചനം പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിന്ന് ജീവിതത്തിൽ മുന്നേറുവാൻ തീരുമാനമെടുക്കുമ്പോൾ സുവിശേഷ സന്ദേശങ്ങൾക്ക് അനുസൃതമായ ജീവിതപാതയാണ് നാം തിരഞ്ഞെടുക്കുന്നത്. അതുവഴി ഈശോ പഠിപ്പിച്ച നിസ്വാർത്ഥ സ്നേഹവും കരുണയും ലോകത്തിൽ നിറയ്ക്കുവാൻ നമുക്ക് കഴിയുന്നു. പലപ്പോഴായിട്ട് വിശുദ്ധ കുർബാനയിലൂടെ ഈശോ വലിയ ആത്മീയ കൃപകൾ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട്. പരിശുദ്ധാത്മാവിന് ഉന്നതമായ ദാനങ്ങൾ പലപ്പോഴും വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്താണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ലഭിച്ചിട്ടുള്ളതെന്ന് സന്തോഷപൂർവ്വം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. വളരെ ഉന്നതമായ കൃപകൾ പരിശുദ്ധ കുർബാനയിലൂടെ ഈശോ തന്നു. ആ വിശുദ്ധ കുർബാനയെ നിരന്തരം ആരാധിക്കുവാനും സാധിക്കുമ്പോഴെല്ലാം വിശുദ്ധ കുർബാനയുടെ കൂടെ ഇരിക്കുവാനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ട്. അനന്തമായ കൃപകൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വിശുദ്ധ കുർബാനയിലൂടെ ദിവ്യകാരുണ്യ ഈശോ പ്രദാനം ചെയ്തു വരുന്നു. വിശുദ്ധ കുർബാനയിൽ ഞാൻ ആഴമായി സജീവമായി പങ്കെടുക്കാൻ തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന എനിക്ക് മുടങ്ങുവാൻ ഇടം വന്നിട്ടില്ല എന്നുള്ളത് ആ ദിവ്യകാരുണ്യ നാഥൻ്റെ പ്രത്യേക സ്നേഹം തന്നെയാണെന്ന് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, വർഷങ്ങളായിട്ട് ഒരു ദിവസം പോലും വിശുദ്ധ കുർബാനയിൽ മുടങ്ങുവാൻ ദിവ്യകാരുണ്യ നാഥൻ എന്നെ അനുവദിച്ചിട്ടില്ല. എൻ്റെ ഏറ്റവും പ്രകടമായൊരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. 2007 ഒരു വെള്ളിയാഴ്ച എൻ്റെ കമ്പനിയിൽ US നിന്ന് എൻ്റെ വൈസ് പ്രസിഡൻറ്റ് വന്നു. അന്ന് ഉച്ചയ്ക്ക് 2:30 ഞാനും എൻ്റെ വൈസ് പ്രസിഡൻറ്റുമായിട്ടൊരു ദീർഘയാത്ര നടത്തേണ്ടതായുള്ള ടിക്കറ്റും ഞങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. രാവിലെ 6:30 ദിവ്യബലിക്ക് പോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞാൻ ചെയ്തു വെച്ചു. എൻ്റെ മൊബൈൽ ഞാൻ 5:30 തന്നെ അലാം വെച്ച് സെറ്റ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, അന്ന് രാവിലെ ദിവ്യബലി മുടങ്ങിയാൽ പിന്നെ എനിക്ക് അന്നത്തെ ദിവസം ദിവ്യബലിക്ക് പങ്കെടുക്കാൻ സാധിക്കുകയില്ല. കാരണം 2:30 മുതൽ ഞാൻ യാത്രയിലായിരിക്കും. അന്ന് ഞാൻ കണ്ണ് തുറന്നപ്പോൾ ക്ലോക്കിൽ കാണുന്നത് സമയം 6:50 രാവിലെ. ഒരു ഞെട്ടലോടെ ഞാൻ മനസ്സിലാക്കി, ദിവ്യബലി നാം മുടങ്ങിയിരിക്കുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വളരെ ദുഃഖിതനായിരുന്ന അപ്പോഴും എൻ്റെ മനസ്സിൽ ആരോ പറയുന്നു, നീ ആ ചാപ്പലിലേക്ക് പോവുക. തിരുവനന്തപുരത്ത് സാന്താ മരിയ കോൺവെൻറ്റിലാണ് 6:30 ഞാൻ ദിവ്യബലി അർപ്പിക്കാറ്. ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വിധത്തിൽ ഫ്രഷായി നേരെ ബൈക്കിൽ കോൺവെൻറ്റിലേക്ക് എത്തിയപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കാണുന്ന കാഴ്ച, ആ അൾത്താരയിൽ ദിവ്യബലിക്കായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നിരിക്കുന്നു. വൈദികൻ മാത്രം കാണുന്നില്ല, കാർമ്മികനില്ല. ദൈവജനമെല്ലാം കാത്തിരിക്കുകയാണ്. അവിടുത്തെ സിസ്റ്റർ സുപ്പീരിയർ മൊബൈൽ ഫോണുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എനിക്ക് മനസ്സിലായി, ദിവ്യകാരുണ്യ നാഥൻ അത്യഗാധമായ അവിടുത്തെ കാരുണ്യം എന്നോട് കാണിച്ചിരിക്കുന്നു. ദിവ്യബലിക്ക് അർപ്പിക്കേണ്ട വൈദികൻ എത്തിയിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനവിടെ ഭക്തിപൂർവ്വം കാത്തിരുന്നു. അന്ന് 7:15 ആ വൈദികൻ അവിടെ എത്തുന്നതും തുടർന്ന് ദിവ്യബലി അർപ്പിക്കുന്നതും. അങ്ങനെ ഈ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും ആ ദിവസം വിശുദ്ധ കുർബാന മുടങ്ങാതിരിക്കുവാനും വലിയ കരുണ കർത്താവ് എന്നോട് കാണിച്ചു. വിശുദ്ധ മാക്സ്മില്യൻ കോൾബെ പറയുന്നു, ഈശോയുടെ വാഗ്ദാനം ഇപ്രകാരമാണ്: ദിവ്യഭോജ്യമായ എന്നെ ഉൾക്കൊള്ളുന്നതിലൂടെ നിങ്ങൾ എന്നോട് ഒന്നായി തീരുക. അപ്പോൾ നിങ്ങളുടെ സിരകളിലൂടെ ഓടുന്ന എൻ്റെ രക്തവും ദൈവിക ഭാവമാർജിക്കുന്ന നിങ്ങളുടെ ആത്മാവും ജീവിതത്തിൽ ആവശ്യമായ ധൈര്യവും ഉറച്ച പിന്തുണയും നിങ്ങൾക്ക് നൽകും. എന്തൊരത്ഭുതം! ഇത്തരത്തിൽ സങ്കൽപ്പിക്കുവാൻ പോലും മറ്റാർക്ക് കഴിയും?
ഒരു നിമിഷം ധ്യാനിക്കാം. എനിക്ക് നിത്യജീവൻ പകർന്നു നൽകുവാനായി ഭൂവിലിറങ്ങിയ മനുഷ്യപുത്രൻ അപ്പമായി എന്നിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ സ്നേഹപാരമ്യത്തെ ഹൃദയത്തിലേറ്റുവാങ്ങുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? ദിവ്യകാരുണ്യ ഈശോയോടുകൂടെ ഒന്നായി തീർന്ന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവിടുത്തേക്ക് സാക്ഷ്യം വഹിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ദിവ്യകാരുണ്യനാഥന്റെ സുവിശേഷ സന്ദേശം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് സ്വർഗയാത്ര ചെയ്യുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഓസ്തിയിൽ വാഴുമെൻ്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും. തൂവെള്ള ഓസ്തിയിൽ വാഴുമെൻ്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും. തുഷാരബിന്ദു പോലെ അനഘമാക്കണേ, തുഷാരബിന്ദു പോലെ അനഘമാക്കണേ. തിന്മയാൽ മൂടുമെൻ്റെ മാനസം. നാഥാരാധന, നാഥാരാധന,
തൂവെള്ള ഓസ്തിയിൽ വാഴുമെൻ്റെ ദൈവമേ, വാഴുവാൻ വന്നിടൂ എൻ്റെ ഹൃത്തിലും. തുഷാരബിന്ദു പോലെ അനഘമാക്കണേ, തുഷാരബിന്ദു പോലെ അനഘമാക്കണേ. തിന്മയാൽ മൂടുമെൻ്റെ മാനസം. നാഥാരാധന, നാഥാരാധന, പാടാമാരാധന, നിത്യം ആരാധന. നാഥാരാധന, നാഥാരാധന, പാടാമാരാധന, നിത്യം ആരാധന. വിണ്ണിലെ മഞ്ഞുതുള്ളികളും പൂക്കളിലെ അമൃതകണങ്ങളും ശേഖരിക്കുന്ന തേനീച്ച അവ തേൻ തുള്ളികളാക്കി തൻ്റെ കൂട്ടിൽ സംഭരിക്കുന്നതുപോലെ മനുഷ്യത്വത്തിൻ്റെ ഉദാത്ത കുസുമമായ മറിയത്തിൻ്റെ ഏകജാതനും സ്വർഗത്തിലെ മഞ്ഞുതുള്ളിയുമായ ദൈവപുത്രനെ പുരോഹിതൻ അൾത്താരയിൽ നിന്നുമെടുത്ത് നമുക്ക് അതിവിശിഷ്ടഭോജ്യമായി നൽകുന്നു. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് തൻ്റെ രക്ഷാകര പദ്ധതിയുടെ മഹത്വം വെളിപ്പെടുത്തി ലോകത്തിന് പ്രകാശം പകരുന്നതിനായി ദിവ്യകാരുണ്യനാഥൻ പ്രത്യേകമായി തെരഞ്ഞെടുക്കുന്ന ഏറെ പുണ്യാത്മാക്കൾ. തങ്ങളുടെ ജീവിതത്തിൽ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പ്രഥമ സ്ഥാനം നൽകി സ്വർഗീയ പദ്ധതികൾക്കായി ജീവിതം സമർപ്പിക്കുന്നതിലൂടെ അവർ നേടിയെടുത്തത് അനേകായിരം ആത്മാക്കളുടെ നിത്യരക്ഷയാണ്. കുബേര കുടുംബത്തിൽ ജനിച്ച് സമ്പന്നതയുടെ ഔന്നത്യത്തിൽ വളർന്നു വന്നിട്ടും തൻ്റെ ഉള്ളിൽ മുഴങ്ങിയ ദൈവസ്വരത്തിനനുസൃതമായി ജീവിതം നയിച്ച ഒരു മഹാനായ വിശുദ്ധൻ. ദൈവസ്നേഹത്തെക്കുറിച്ചും ആത്മീയ ജീവിതത്തെക്കുറിച്ചുമുള്ള രചനകളിലൂടെ ശ്രദ്ധേയനായി മാറിയ വേദപാരംഗതൻ വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ്. 1567 ആഗസ്റ്റ് 21 സ്വിറ്റ്സർലൻഡിലെ തോറൻസ് എന്ന പട്ടണത്തിലായിരുന്നു ഫ്രാൻസിസ് ഡി സാലസിൻ്റെ ജനനം. പിതാവ് ഫ്രാങ്കോയിസ് ഡി സാലസ് യൂറോപ്പിലെ തന്നെ പ്രമുഖ ധനികനായ ഒരു പ്രഭുവായിരുന്നു. മാതാവാകട്ടെ മറ്റൊരു പ്രഭുവിൻ്റെ ഏക മകളും. അവരുടെ മൂത്ത മകനായി ജനിച്ച ഫ്രാൻസിസ് ഒരു രാജകുമാരനെ പോലെയാണ് വളർന്നു വന്നത്. തോറൻസിലെ ഇടവക ദേവാലയത്തിൽ വച്ച് മാമോദീസ സ്വീകരിച്ചപ്പോൾ 2 പ്രമുഖ ഫ്രാൻസിസ്കൻ വിശുദ്ധരായിരുന്ന അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്, വിശുദ്ധ ബൊനവന്തുര എന്നിവരുടെ സംയുക്ത നാമമാണ് അവന് നൽകപ്പെട്ടത്. ഫ്രാൻസിസ് ജനിച്ച മുറി സെന്റ് ഫ്രാൻസിസ് റൂം എന്ന് വിളിക്കപ്പെട്ടതിനു പിന്നിൽ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനോട് അവനുണ്ടായിരുന്ന വലിയ അടുപ്പമായിരുന്നു കാരണം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പക്ഷികളോടും മറ്റ് ജീവജാലങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു ചിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ഫ്രാൻസിസ് ഡി സാലസ് പിൽക്കാലത്ത് അദ്ദേഹത്തെ തൻ്റെ പ്രത്യേക സ്വർഗീയ മധ്യസ്ഥനായി സ്വീകരിക്കുകയുമുണ്ടായി. ജനനത്തിൽ അനാരോഗ്യവാനായി കാണപ്പെട്ടിരുന്ന ഫ്രാൻസിസ് അമ്മയുടെ പ്രാർത്ഥനയോടെയുള്ള തീവ്ര പരിചരണത്താലാണ് തൻ്റെ ബാലാരിഷ്ടതകളെ അതിജീവിച്ചത്. ഉത്തമ വിശ്വാസിയും ആത്മീയ ബോധ്യങ്ങൾക്കുടമയുമായിരുന്ന ആ അമ്മയുടെ പിന്തുണയാൽ ഫ്രാൻസിസ് വളർന്നു വന്നത് ആത്മീയവും ശാരീരികവുമായ പക്വതയിലാണ്. ഫ്രാൻസിസിന് പ്രാഥമിക വിദ്യാഭ്യാസം പകർന്നത് അമ്മ തന്നെയെങ്കിലും തുടർന്ന് വിദഗ്ധനായ ഒരു പുരോഹിതനെ തന്നെ അവൻ അധ്യാപകനായി പിതാവ് നിയമിക്കുകയുണ്ടായി. തികഞ്ഞ അച്ചടക്കത്തോടും അനുസരണയോടും
കരുണയുടെ മനോഭാവത്തോടെയും വളർന്നുവന്ന ഫ്രാൻസിസ് വിശ്വാസ വിഷയങ്ങളിലും പ്രാർത്ഥനാ കാര്യങ്ങളിലും ഏറെ തൽപരനായിരുന്നു. പഠിക്കുവാനും അറിവ് സമ്പാദിക്കുവാനുമുള്ള ദാഹം അവനിൽ എന്നുമുണ്ടായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളെക്കുറിച്ച് ഫ്രാൻസിസ് ബോധവാനായിരുന്നു. ആദ്യ കുർബാന സ്വീകരണത്തിന് ശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ അക്കാലത്ത് സന്യാസികൾ സമർപ്പണത്തിന്റെ ഭാഗമായി ചെയ്യാറുള്ളതുപോലെ അവൻ തൻ്റെ തലമുണ്ടനം ചെയ്യുക പോലുമുണ്ടായി. എന്നാൽ പിതാവിന് തൻ്റെ മകനെക്കുറിച്ചുണ്ടായിരുന്ന സ്വപ്നങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഉന്നത വിദ്യാഭ്യാസം നൽകി അവനെ രാജ്യത്തെ ഉയർന്ന സ്ഥാനത്തെത്തിക്കുവാൻ ആഗ്രഹിച്ച അദ്ദേഹം ഫ്രാൻസിസിനെ ഉപരിപഠനത്തിനായി പാരീസിൽ അയച്ചു. തൻ്റെ ഹൃദയത്തിൽ വൈദികനാകുവാൻ അതിയായ പ്രേരണ തിരിച്ചറിഞ്ഞുവെങ്കിലും അക്കാലത്തൊരിക്കലും ഫ്രാൻസിസ് പിതാവിൻ്റെ ഇഷ്ടങ്ങൾക്ക് എതിരായി സംസാരിച്ചിരുന്നില്ല. പാരീസിൽ ജസ്യൂട്ട് വൈദികർ നടത്തുന്ന ക്ലെർമോണ്ട് കോളേജിലാണ് അവൻ തൻ്റെ പഠനം തുടർന്നത്. തൻ്റെ പിതാവിൻ്റെ ആഗ്രഹാനുസരണം ആയോധനകലയുൾപ്പെടെയുള്ള ഏറെ വിഷയങ്ങളിൽ പ്രാവീണ്യം നേടിയെങ്കിലും പ്രസംഗകല, തത്വശാസ്ത്രം തുടങ്ങിയ പ്രധാന വിഷയങ്ങൾക്കു പുറമെ ദൈവശാസ്ത്രത്തിലും വേദഗ്രന്ഥത്തിലും ജ്ഞാനം നേടുവാൻ ഫ്രാൻസിസ് ശ്രമിച്ചു. ഈ കാലങ്ങളിൽ അവൻ്റെ ഹൃദയം കൂടുതലായി ദൈവത്തിലേക്ക് അടുക്കുകയായിരുന്നു. ഫ്രാൻസിസ് രഹസ്യമായി ബ്രഹ്മചര്യവ്രതം എടുക്കുകയും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണത്തിനായി സ്വയം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ ദൈവവിളിയെക്കുറിച്ച് വ്യക്തതയുണ്ടായിരുന്നുവെങ്കിലും ചില അവസരങ്ങളിൽ ഫ്രാൻസിസിൻ്റെ മനസ്സ് സംഘർഷഭരിതമായിരുന്നു. ആ കാലങ്ങളിൽ ആശ്വാസം ലഭിച്ചിരുന്നത് ദിവ്യകാരുണ്യ സന്നിധിയിലുള്ള ഏകാന്ത ധ്യാനം വഴിയായിരുന്നു. ഒരിക്കൽ ഏറെ കലുഷിതമായ ഹൃദയവുമായി തകർന്ന മനസ്സോടെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച ഫ്രാൻസിസിന് ഒരു ദിവ്യാനുഭവമുണ്ടായി. പിൽക്കാലത്തെന്നും ആത്മീയമായ പ്രതിസന്ധികളെ മറികടക്കുവാൻ ആ അനുഭവം അദ്ദേഹത്തിന് ശക്തി പകർന്നിരുന്നു. പിതാവിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ 24 വയസ്സായപ്പോഴേക്കും ഫ്രാൻസിസ് നിയമത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. ആ കാലങ്ങളിലൊന്നും ഒരിക്കലും തൻ്റെ ഹിതമെന്തെന്ന് അവൻ പിതാവുമായി പങ്കുവയ്ക്കുകയോ താൻ അഭിലഷിക്കും വിധം ദൈവിക ശുശ്രൂഷയിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ പരിശ്രമിക്കുകയോ ചെയ്തിരുന്നില്ല എന്നത് കൗതുകകരമാണ്. ഒരിക്കലും തൻ്റെ ഇഷ്ടങ്ങൾ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കുവാൻ അവൻ ശ്രമിച്ചിരുന്നില്ല എന്നതാണ് കാരണം. മറിച്ച് ദൈവഹിതം പൂർണ്ണമായി തന്നിൽ നിറവേറുവാനാണ് ഫ്രാൻസിസ് ആഗ്രഹിച്ചിരുന്നത്. തനിക്കുമേലുള്ള ദൈവനിയോഗം പൂർത്തീകരിക്കപ്പെടുവാനുള്ള സമയം ദൈവനിശ്ചിതപ്രകാരം വന്നുചേരുമെന്ന ബോധ്യം അവനിലുണ്ടായിരുന്നു. ആ കാലങ്ങളിൽ തന്നെ വിശ്രമമില്ലാത്ത പഠനവും തപശ്ചര്യകളും ഒരിക്കൽ ഫ്രാൻസിസിനെ കടുത്ത രോഗിയാക്കി മാറ്റി. ഒരു വേള മരണത്തെപ്പോലും അഭിമുഖീകരിച്ചെങ്കിലും ഏറെ സന്തോഷത്തോടെയാണ് ആ അവസ്ഥയെയും അവൻ സ്വീകരിച്ചത്. പഠനം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ ഫ്രാൻസിസിനെ ഒരു ദേശം മുഴുവൻ വിലമതിച്ചിരുന്നു. ഏവരാലും ബഹുമാനിക്കപ്പെട്ടിരുന്ന ആ ചെറുപ്പക്കാരനെ തേടി വലിയ സൗഭാഗ്യങ്ങളുമെത്തി. ഒരിക്കൽ മറ്റൊരു പ്രഭുവിൻ്റെ സുന്ദരിയായ മകളുടെ വിവാഹാലോചന ഫ്രാൻസിസ് നിരസിച്ചത് പിതാവിൽ ഏറെ വേദനയ്ക്ക് കാരണമായി. മറ്റൊരിക്കൽ സവോയിലെ രാജകുമാരൻ സെനറ്റ് അംഗമെന്ന സ്ഥാനം നൽകാൻ തയ്യാറായതും അവൻ സ്വീകരിക്കുവാൻ തയ്യാറായില്ല. തൻ്റെ വഴിയിൽ ഇത്തരം നിറപ്പകിട്ടുകൾക്കും വലിയ സൗഭാഗ്യങ്ങൾക്കും സ്ഥാനമില്ലെന്ന് ഫ്രാൻസിസ് തിരിച്ചറിഞ്ഞിരുന്നു. ഒരിക്കൽ തൻ്റെ ആത്മീയ പിതാവും ഉപദേഷ്ടാവും കൂടിയായ ഫാദർ ടൊയാജയോടൊപ്പം കുതിരപ്പുറത്ത് സഞ്ചരിക്കവേ വിസ്മയനീയമായ ഒരനുഭവം അദ്ദേഹത്തിനുണ്ടായി. പെട്ടെന്നൊരു സമയം കുതിരപ്പുറത്തു നിന്നും ഫ്രാൻസിസ് താഴെ വീണു. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അരയിൽ ധരിച്ചിരുന്ന വാൾ തെറിച്ചുപോയി ഉറയോടൊപ്പം കുരിശാകൃതിയിൽ വീണ് കിടക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. യാത്ര തുടർന്നുവെങ്കിലും 2 തവണ കൂടി ഒരു മാറ്റവുമില്ലാത്ത ഈ സംഭവം ആവർത്തിച്ചു. അതോടെ അത്
ദൈവം തനിക്ക് നൽകിയ അടയാളമാണെന്നും താൻ ആഗ്രഹിച്ചിരുന്ന വഴിയിലേക്ക് ഇറങ്ങുവാൻ സമയമായെന്നും ഫ്രാൻസിസ് മനസ്സിലാക്കി. അക്കാലത്ത് പ്രചരിക്കപ്പെട്ടിരുന്ന കാൽവിനിസ്റ്റ് ചിന്താഗതികളാൽ ഭീഷണി നേരിട്ടിരുന്ന ജനീവയിലെ ബിഷപ്പ് ഫ്രാൻസിസിനെക്കുറിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഏറെ മതിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഒരിക്കൽ സഭയ്ക്കും സമൂഹത്തിനും വിലമതിക്കാനാവാത്ത ശ്രേഷ്ഠ വ്യക്തിത്വമായി അദ്ദേഹം കരുതപ്പെടുമെന്നും സഭയ്ക്ക് താങ്ങായും തനിക്ക് പിന്തുടർച്ചാവകാശിയായും ഫ്രാൻസിസ് മാറുമെന്നും അദ്ദേഹം പ്രവചിച്ചിരുന്നു. അക്കാലത്ത് ജനീവ രൂപതാധ്യക്ഷന്റെ നിയമോപദേഷ്ടാവ് പെട്ടെന്ന് മരണപ്പെടുവാനിടയായി. ഫ്രാൻസിസിൽ മതിപ്പുണ്ടായിരുന്ന രൂപതാ നേതൃത്വം ആ സ്ഥാനം സ്വീകരിക്കുവാൻ തയ്യാറാണോ എന്ന് ഫ്രാൻസിസിന്റെ ഒരു ബന്ധുവായിരുന്ന വൈദികൻ വഴിയായി അന്വേഷിച്ചു. ആ അവസരം സ്വീകരിക്കുവാൻ തീരുമാനിച്ച ഫ്രാൻസിസ് തന്റെ പിതാവിന്റെ അംഗീകാരം നേടിയെടുത്ത് പൗരോഹിത്യ പദവി സ്വീകരിക്കുവാൻ ഒരുങ്ങി. ആ കാലത്തിനുള്ളിൽ സ്വയമേവ ദൈവശാസ്ത്രവും വേദഗ്രന്ഥവും അഭ്യസിക്കുവാൻ കഴിഞ്ഞിരുന്ന ഫ്രാൻസിസിന് വൈദിക പദവിയിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ട വിദ്യാഭ്യാസ കാലത്തിൽ ഇളവ് ലഭിച്ചു. പിതാവിന്റെ അനുമതി ലഭിച്ച ദിവസം തന്നെ അദ്ദേഹത്തിന് വൈദിക വസ്ത്രം ലഭിച്ചു. 3 ആഴ്ചയ്ക്കുള്ളിൽ കീഴ്പട്ടങ്ങളും 6 മാസത്തിനു ശേഷം 1593 ഡിസംബർ 18 തന്റെ 26-ാം വയസ്സിൽ പൗരോഹിത്യവും അദ്ദേഹം സ്വീകരിച്ചു. തോറൻസിലെ ഇടവക ദേവാലയത്തിൽ വെച്ച് ജനീവ രൂപതാധ്യക്ഷനായിരുന്ന ബിഷപ്പ് ഗ്രാനിയർ അദ്ദേഹത്തിന് പൗരോഹിത്യം നൽകി. ഡിസംബർ 21 അദ്ദേഹം ആദ്യമായി അർപ്പിച്ച ദിവ്യബലിയിൽ ഫ്രാൻസിസിൽ നിന്നും അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. തുടർന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഏറെ ഉത്തരവാദിത്തങ്ങളും അദ്ദേഹത്തിൽ ഭരമേൽപ്പിക്കപ്പെട്ടു. ഒരിക്കലും കുറയാത്ത തീഷ്ണതയോടെയാണ് അദ്ദേഹം തന്റെ ദൗത്യങ്ങൾ നിർവഹിച്ചിരുന്നത്. ഏറ്റവും പാവപ്പെട്ടവർക്കു വേണ്ടി അതിയായ സന്തോഷത്തോടെ അദ്ദേഹം സേവനം ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രസംഗരീതി നടപ്പ് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി വളരെ ലളിതവും കേൾവിക്കാരെ ആനന്ദഭരിതമാക്കുവാനും സ്വാധീനിക്കുവാനും പര്യാപ്തവുമായിരുന്നു. ആ കാലത്ത് കത്തോലിക്ക വിശ്വാസത്തിന് ഭീഷണി ഉയർത്തിയിരുന്ന കാൽവിനിസ്റ്റ് അബദ്ധ പഠനങ്ങളിൽ അകപ്പെട്ട അനേകായിരങ്ങളെ തിരികെ കൊണ്ടുവരുവാനുള്ള ദൗത്യം ഒരു വെല്ലുവിളി പോലെ അദ്ദേഹം ഏറ്റെടുത്തു. 1598 ആയപ്പോഴേക്കും ഒരു വലിയ ദേശം മുഴുവൻ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് തിരികെ എത്തിയത് ജനീവ ബിഷപ്പ് നേരിട്ട് കണ്ടറിഞ്ഞു. മുമ്പ് തന്നെ ഫ്രാൻസിസിൽ ഏറെ മതിപ്പുണ്ടായിരുന്ന ബിഷപ്പ് ഡി ഗ്രാനിയർ തന്റെ സഹകാരിയും പിന്തുടർച്ചവകാശിയുമായി അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നുവെങ്കിലും ആദ്യം അദ്ദേഹം ആ ക്ഷണം സ്വീകരിച്ചിരുന്നില്ല. അതിനുള്ള യോഗ്യത തനിക്കില്ല എന്ന് വിനയപൂർവം പറഞ്ഞ് അദ്ദേഹം മാറി നിൽക്കുകയാണ് ഉണ്ടായത്. എന്നാൽ താമസിയാതെ ക്ലെമന്റ് 8-ാമൻ പാപ്പ അദ്ദേഹത്തെ ജനീവയിലെ സഹമെത്രാനായും 1602 മെത്രാന്റെ ദേഹവിയോഗത്തെ തുടർന്ന് മെത്രാനായും നിയമിച്ചു. തുടർന്നുള്ള കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ജനീവ രൂപത പ്രവർത്തന മികവുകൊണ്ടും തീഷ്ണത കൊണ്ടും യൂറോപ്പിലെങ്ങും പ്രശസ്തമായിരുന്നു. എക്കാലവും ദിവ്യകാരുണ്യത്തിന്റെ അനന്തമഹത്വത്തോട് ചേർന്നു നിന്ന് മുന്നേറിയ ഒരു ജീവിതമായിരുന്നു ഫ്രാൻസിസിൻ്റേത്. ഒപ്പമുള്ളവർക്ക് എന്നും അദ്ദേഹം നൽകിയ നിർദ്ദേശങ്ങളിൽ പ്രധാനമായും അതുതന്നെയായിരുന്നു. 100,000 തവണ ഒരു ദിവസം നാം ദിവ്യകാരുണ്യത്തെ സന്ദർശിച്ചാലും അധികമാവില്ല എന്ന് ഒരിക്കൽ അദ്ദേഹം പറയുകയുണ്ടായി. തന്റെ വാക്കുകളിലൂടെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ജനഹൃദയങ്ങളിൽ കൊളുത്തിയ അദ്ദേഹം അനേകർക്ക് ദിവ്യകാരുണ്യനാഥന്റെ സ്പർശനം അനുഭവവേദ്യമാക്കി അവരെ വിശുദ്ധിയിലേക്ക് നയിച്ചു. 1622 തന്റെ 55-ാം വയസ്സിൽ ഒരു മസ്തിഷ്കാഘാതത്താൽ മരിക്കുന്നതുവരെ അദ്ദേഹത്തിന്റെ നാവും കൈവിരലുകളും സുവിശേഷ സന്ദേശം പ്രഘോഷിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ രചനകളിൽ നിറഞ്ഞു നിന്നിരുന്ന ദൈവാത്മാവിന്റെ സാന്നിധ്യം പിൽക്കാലത്ത്
വേദപാരംഗതരിൽ ഒരാളായി പ്രഖ്യാപിക്കപ്പെടുവാനും കാരണമായി. 1661 അലക്സാണ്ടർ ഏഴാമൻ പാപ്പ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായും 1877 പിയൂസ് 9 പാപ്പ വിശുദ്ധനായും പ്രഖ്യാപിച്ചു. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ദൈവികമായ ജ്ഞാനം പകർന്നു നൽകി എക്കാലത്തെയും മനുഷ്യമക്കൾക്ക് മാതൃകയും മധ്യസ്ഥനുമായി വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസിനെ ഉയർത്തിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഭൗതിക സുഖസൗകര്യങ്ങളും ലോകമോഹങ്ങളുമെല്ലാം ത്യജിച്ച് അങ്ങയുടെ തിരുഹിതം നിറവേറ്റുവാൻ മനസ്സായ വിശുദ്ധന്റെ മാതൃക സ്വീകരിച്ച് അങ്ങയുടെ ഹിതം തിരിച്ചറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നരുളേണമേ. ആമേൻ.